ഇപ്പൊ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കണ്ണൻദേവനെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. കാരണം കണ്ണൻദേവന്റെ ഒരുപാട് ബ്രാൻഡഡ് തേയിലകൾ നമ്മൾ പരിചയപ്പെടുത്തി. നിലവിൽ ഒരുപാട് വീഡിയോസിലായിട്ട് നമ്മളിപ്പോ കണ്ണൻദേവന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓരോരോ വീഡിയോസിലായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ തേയില എന്ന് പറയുന്നത് വിരിപ്പാറ എന്ന് പറഞ്ഞ KDHP കമ്പനി, കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷന്റെ KDHP കമ്പനിക്കാരുടെയാണ്. അപ്പൊ ഇവരുടെ ഈ തേയിലയുടെ സാമ്പിളാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഇതൊരു സാമ്പിൾ പാക്കറ്റ് ആണ്. കാരണം കമ്പനി നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ, നമുക്ക് ക്വാളിറ്റി അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ ഹോൾസെയിലായിട്ട് ഇത് ബോക്സ് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് 10-15 ഒക്കെ വെച്ച് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നത്. നമ്മളപ്പോൾ ഈ ക്വാളിറ്റി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം ഒരു ബോക്സ് 2 ബോക്സ് ആയിട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. എടുക്കുവാണെങ്കിൽ 10-15 ഒക്കെ വെച്ച് എടുക്കണം. ഏത് ബ്രാൻഡുകളുടെ തേയിലയാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ വിരിപ്പാറയുടെ സാമ്പിൾ അവരിന്ന് കണ്ണൻദേവൻകാർ കൊണ്ടുവന്ന് തന്നതാണ് വിരിപ്പാറയുടെ സാമ്പിൾ. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ 2 ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് SRD, ഒന്ന് RD ഗ്രേഡിലുള്ള തേയിലയാണ്. ഇവര് 4 ഗ്രേഡാണ് നമുക്ക് തന്നത്. SFD തന്നു, SRD തന്നു, RD തന്നു, PD തന്നു. ഇപ്പൊ ഈ 4 ഗ്രേഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്റെ കയ്യിലുള്ളത് RDയും SRDയും ഗ്രേഡാണ്. ഇതിന്റെ SFD ഗ്രേഡും അതുപോലെ PDയുടെ ഗ്രേഡും നമ്മളിന്ന് ചായ ഇട്ട് നോക്കിയായിരുന്നിട്ട് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രം നമുക്ക് ഇത് ഓർഡർ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഈ സാധനം വെറുതെ സ്റ്റോക്ക് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ, ആരും മേടിക്കത്തില്ല കടക്കാർ. അപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കി, SFDയും ഉപയോഗിച്ച് നോക്കി, അതോടൊപ്പം തന്നെ PD ഗ്രേഡും നമ്മളിന്ന് ഉപയോഗിച്ച് നോക്കി. നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്, ചായക്ക് നല്ല ടേസ്റ്റ്, അതോടൊപ്പം തന്നെ നല്ല ചായക്ക് നല്ല ഊറ്റ് അതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് അവരോട് ചോദിച്ചപ്പോൾ അവര് ഇതിന് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 177 പ്ലസ് ടാക്സ് എന്നുള്ളതാണ്. അപ്പൊ 177 ഇതിന്റെ ലേലവില അവിടെ വരുന്നത്, കൊച്ചിയിൽ വരുന്നത്. അതിന് പ്ലസ് ടാക്സും കൂടെ വരും ഇതിന്. പക്ഷെ തേയില നല്ല ക്വാളിറ്റിയുള്ള നല്ല തേയിലയാണെന്നുള്ളത് ചായ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ ഇതോടൊപ്പം തന്നെ അവര് വേറൊരു സാമ്പിൾ തേയിലയെ കുറിച്ച് അവർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ അത് അവരുടെ കയ്യിൽ ഇന്നില്ലായിരുന്നു. അപ്പൊ അവർ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഉപയോഗിച്ച് നോക്കണം, എത്രത്തോളം ടേസ്റ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളത് അതും ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് അവർ പറഞ്ഞിരുന്നു. നല്ല തേയില തന്നെയാണ് ഈ തേയില. എന്തായാലും ഈ പറയുന്ന പറഞ്ഞ തേയില നല്ല അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില തന്നെയാണ്. നമ്മൾ ചൊക്കനാട്, വാഗവരൈ, അതുപോലെ തന്നെ കല്ലാറൊക്കെ നന്നായിട്ട് ഇപ്പൊ നമുക്ക് ഓർഡർ ഉണ്ട്. കല്ലാർ ഇപ്പൊ പലവരും ചോദിച്ചു വാങ്ങിക്കുന്നു. കണ്ണൻദേവൻകാരുടെ കല്ലാറുണ്ടോ ചോദിച്ചു. ഇത് കല്ലാറുകാരുടെ ആ കണ്ണൻദേവൻ കമ്പനിക്കാരുടെ ഒരു തേയിലയും അങ്ങനെ കംപ്ലൈന്റോ മോശമായിട്ടുള്ള ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് ചോദിച്ച് വാങ്ങിക്കാം. ഇപ്പൊ 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കാം. വിരിപ്പാറ എന്ന് പറഞ്ഞ ലൂസ് തേയില ഉണ്ടോ എന്ന് ചോദിക്കാം, അവരോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് പേരെടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് അറിയാൻ പറ്റും, നിങ്ങൾ പേര് പറഞ്ഞ് ചോദിക്കാനായിട്ട്. കാരണം നമ്മൾ ലൂസ് തേയില മതിയോ എന്ന് ചോദിക്കുമ്പോൾ ലൂസ് തേയില മതി എന്ന് പറയുമ്പോഴത്തേക്കും അവർ നമുക്ക് ലൂസ് തേയില ആയിരിക്കും. പക്ഷെ മേടിക്കുന്ന നിങ്ങൾക്ക് ഈ ലൂസ് തേയിലയുടെ പേരെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ പേര് അറിഞ്ഞ് നിങ്ങൾ കടയിൽ ചെന്നിട്ട് നിങ്ങൾ അവരോട് ചോദിക്കണം, കണ്ണൻദേവൻ കമ്പനിയുടെ വിരിപ്പാറയുണ്ടോ അല്ലെങ്കിൽ കണ്ണൻദേവൻ കമ്പനിയുടെ വാഗവര, ഇതൊക്കെ എന്ന് പറയുന്നത് ലൂസ് തേയില പേരെടുത്ത് നിങ്ങൾക്കും ചോദിച്ച് നിങ്ങൾക്കും മേടിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ അറിയാൻ പറ്റും, എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് ഈ ചായകൾക്ക് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ പേരെടുത്ത് ചോദിക്കണം. കണ്ണൻദേവൻകാരുടെ വിരിപ്പാറ തേയില ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് മേടിക്കാം. അപ്പൊ കണ്ണൻദേവൻകാരുടെ തേയില ഉണ്ടാവും, വിരിപ്പാറ കാണില്ല, ചിലപ്പോൾ വാഗവരി ആയിരിക്കും, അല്ലെങ്കിൽ വല്ല ചൊക്കനാടായിരിക്കും. പക്ഷെ അതായാലും കുഴപ്പമില്ല, കണ്ണൻദേവൻകാരുടെ തേയില അതും നല്ല ടേസ്റ്റി ചായ തന്നെയാണ്. പിന്നെ ചിലയിടത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവിടെ ചിലപ്പോൾ അവർ 2-3 ബ്രാൻഡ് തേയിലകളൊക്കെ വിൽക്കുന്നുണ്ടാവും. ഇപ്പൊ മയൂര് വിൽക്കുന്നവരുണ്ട്, സൂര്യല്ലി, കണ്ണൻദേവൻ, ഇതൊക്കെ ഈ 3 ഐറ്റവും കൂടെ വിൽക്കുന്നവരുണ്ടാവും. 3 ലൂസ് തേയിലകൾ വിൽക്കുന്നവരുണ്ടാവും. അപ്പൊ അതൊക്കെ ചായക്കടക്കാർ ചോദിച്ച് മേടിക്കാറുണ്ട്. ചായക്കടക്കാർക്ക് ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ ഈ 3 ബ്രാൻഡ് തേയിലകളൊക്കെ അവർ കടകളിൽ എടുത്തു വെക്കണത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ചോദിക്കാം. ഇത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൂസ് തേയിലയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദ് നിങ്ങൾക്ക് കിട്ടും, ഈ ഒരു കണ്ണൻദേവൻകാരുടെ ഈ തേയില. അപ്പൊ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിലയേറിയ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.